പകുതി ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കൊത്തി അരിഞ്ഞ് കഴുകി ഒരു അരിപ്പയിൽ വെള്ളം മുഴുവൻ പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ക്യാബേജിനകത്ത് നല്ല പോലെ വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ സാധാരണ സദ്യകൾക്കൊക്കെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാറ്. സാധാരണ സദ്യ എന്ന് പറഞ്ഞപ്പോൾ ഓണം, വിഷു പോലുള്ള ആഘോഷങ്ങൾക്കും അതെ മിക്ക വീടുകളിലും ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലും ഞാനും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരനാണ്. അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല പോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്തു, ലോ ഫ്ലെയിമിലേക്ക് വെച്ചു. നമ്മുടെ തോരൻ വയ്ക്കാനുള്ള നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഒന്നിളക്കി കൊടുക്കാം. ഈ ഉഴുന്നും പരിപ്പൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം. കണ്ട, ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഉഴുന്ന് കടുകെല്ലാം പൊട്ടിയിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചതച്ചത്, ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചു വച്ചേക്കുന്നതാണ്, അതിട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുത്തു. ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഒരു 3 വറ്റൽമുളക്, നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയാണ് ചേർത്തത്. ഇനി ഇളക്കി കൊടുക്കണം. തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, മഞ്ഞളൊക്കെ കൂട്ടി ചതച്ചല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം. കൈകൊണ്ട് തന്നെ ചെയ്യാം. ഇതിലേക്ക് ഈ മഞ്ഞളെല്ലാം പിടിക്കണം, തേങ്ങയുടെ ഇതും പിടിക്കണം. നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ തോരൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ക്യാബേജിൻ്റെ മിക്സ് തേങ്ങയായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചില സദ്യകൾക്കൊക്കെ ഒരു ക്യാരറ്റും കൂടിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടില്ല, ക്യാബേജ് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി, പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതലും ടേസ്റ്റി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാബേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ 98% വെള്ളമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണ്ട. അതിനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിലൊരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന നോൺ സ്റ്റിക്ക് പാനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലും ഒക്കെ വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ആ ക്യാബേജിൻ്റെ അകത്തുള്ള വെള്ളം തന്നെ പുറത്തേക്ക് വന്ന് അതൊന്ന് നല്ല പോലെ കുക്കായി കിട്ടണം. ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം, ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണേ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കണ്ട. ഒരു 2-3 സെക്കൻഡ് ഒന്ന് തുറന്ന് തന്നെ വെച്ചേക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ശകലം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ നോക്കി, പക്ഷേ കുറവൊന്നുമില്ല, പാകത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ക്യാബേജ് തോരൻ റെഡി. ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്കൊരു 4-5 പേർക്ക് കൊടുക്കാനുള്ളതുണ്ട്. നമ്മുടെ ക്യാബേജ് തോരൻ കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം. എല്ലാം പാകത്തിനാണ്. അപ്പോൾ നല്ല സൂപ്പർ തോരനാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ. എൻ്റെ ക്യാബേജ് തോരൻ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് അറിയിക്കൂ. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം വേണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.